ഹായ്, ഇന്ന് വെള്ളയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഗ്രീൻ പീസ് കാലത്ത് തന്നെ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ഈ കാണുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു സബോള, 4 പച്ചമുളക്, ആവശ്യത്തിന് വേപ്പില, 2 വെളുത്തുള്ളി എന്നിവയാണ്. മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ സ്പൈസസോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രം ചേർക്കുന്നുള്ളൂ. ഇനി ഒരു കുക്കറിലേക്ക് ഈ സാധനങ്ങൾ പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 വിസിലടിക്കുമ്പോൾ കുക്കർ ഓഫ് ചെയ്യുക. ഇനി ഉള്ളി മൂപ്പിക്കലാണ്. ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുക്കറിലുള്ള ഗ്രീൻ പീസ് കുറുമ ഇതിലേക്ക് ഇടുക. ആവശ്യത്തിനുള്ള മല്ലിയില ഇതിലേക്ക് ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമ റെഡിയായി. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.